അക്ഷയ് സുഖാണോ? സുഖം. സ്ഥലമൊക്കെ എവിടെയാണ്? സ്ഥലം തൃശ്ശൂരാ. തൃശ്ശൂരാണല്ലേ? എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോ? ഇപ്പോ കൊച്ചി, എറണാകുളം. കൊച്ചിയിലാണ്. ആ വീട്ടിലാരൊക്കെ? വീട്ടില് അമ്മ, അനിയത്തി, അച്ഛൻ. എല്ലാവർക്കും സുഖാണോ? ആ എല്ലാരും സുഖം. അല്ലേ. അക്ഷയ് അവോദിൽ ഏത് കോഴ്സായിരുന്നു അക്ഷയ് പഠിച്ചത്? ഞാൻ പഠിച്ച സ്റ്റോക്ക് മാർക്കറ്റാ. സ്റ്റോക്ക് മാർക്കറ്റിംഗ് ആണല്ലേ. എങ്ങനെയായിരുന്നു അവോദിയെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത്? അത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടാ. ആഡ് കണ്ടാണല്ലേ. അപ്പൊ ഓൺലൈൻ ആയിരുന്നോ പഠിച്ചത്, ഓഫ്ലൈൻ ആയിരുന്നോ പഠിച്ചത്? ഓൺലൈൻ ആയിരുന്നു. ഓൺലൈൻ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ? ക്ലാസ് ഒന്നും കുഴപ്പമില്ലായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു അല്ലേ. പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ട് അത് ഞാൻ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിൽ വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്തായിരുന്നു. ഇപ്പോ കറന്റ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഏതാണ് അക്ഷയ്? ഫിപ്സ് ടെക്നോളജി. കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ? അതൊരു ഞാനിപ്പോ ചെയ്യുന്ന ഡീലിംഗ് ആണ്. ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ട്രേഡ്സ് ഡീലിംഗ് ആണ് ചെയ്യുന്നത്. വർക്കിംഗ് അവറിന്റെയും സാലറി ഒക്കെ എങ്ങനെ വരുന്നത്? വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ആണ്. അത് ഫോറക്സ് മാർക്കറ്റ് ആയ കാരണം 23 hours ഓപ്പൺ അല്ലേ. അപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ച് മോർണിംഗ്, നൂൺ, നൈറ്റ് അങ്ങനെ 3 ഷിഫ്റ്റ് ആണ്. പിന്നെ സാലറി ഇപ്പോൾ ബേസിക് പേ ആണ് 13,500. 3500 അല്ലേ. ഈ 2800 രൂപ ഒരു കോഴ്സ് കേട്ടപ്പോ അക്ഷയ്ക്ക് ആദ്യം എന്താ തോന്നിയത്? ആദ്യം ഇത് സ്കാം ആവുമെന്ന് തോന്നി. പിന്നെ അങ്ങനെയല്ല, ഞാൻ കുറച്ച് അന്വേഷിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല, നല്ല കമ്പനിയാണ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് കേട്ടു. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അങ്ങനെ ജോയിൻ ചെയ്താലേ. ഇപ്പൊ ഇന്റേൺ ആയിട്ടാണോ കയറിയത്, ഡയറക്റ്റ് ജോബ് ആയിരുന്നു? ഇപ്പൊ ഡയറക്റ്റ് ജോബാ. ഡയറക്റ്റ് ജോബ് ആണല്ലേ. ഹാപ്പി ആണോ അക്ഷയ്? ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് വീട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ? വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞതായിട്ട് റിസൾട്ട് വന്നിട്ടില്ല. അപ്പോഴേക്കും എനിക്കിപ്പോ ഒരു ജോലി ആയിട്ട്. ജോലി ആയിട്ടില്ല. ഇപ്പൊ ഒരു ഫ്രഷർ ആയിട്ടല്ല അക്ഷയ് കമ്പനിയിൽ കയറിയത്. അപ്പൊ എങ്ങനെയുണ്ട് കമ്പനി എക്സ്പീരിയൻസ് ഒക്കെ? കൊളീഗ്സ് ഒക്കെ എങ്ങനെ, കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെയുണ്ട്? അവരുടെ ഭാഗത്ത് സപ്പോർട്ടീവ് ആണോ? സപ്പോർട്ടീവ് ആണ്. നമുക്കിപ്പോ പ്രത്യേകിച്ച് ജോലിയുടെ കാര്യങ്ങളൊന്നും അറിയണ്ടായില്ല. അവരെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ വർക്ക് ചെയ്യുന്നതൊക്കെ അധികം നല്ല ആൾക്കാരാ. നല്ല ആൾക്കാരാണല്ലേ. പിന്നെ അക്ഷയോട് ഇപ്പോ ഒരു ഫ്രണ്ട് ചോദിക്കുന്നു, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്, അക്ഷയോട് കൂട്ടുകാരൻ ചോദിക്കുന്നു, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പഠിക്കണണ്ട. അപ്പൊ എന്താണ് അക്ഷയ് അവരോട് പറയാ? ജസ്റ്റ് അവരോട് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയും കുറവ് ഫീസ്, നല്ല ക്ലാസ്സസും ആണ്. നമ്മുടെ ജാപ്പിലൊക്കെ കയറിയായിരുന്നു? ജാപ്പിൽ കയറിയത്. എങ്ങനെയുണ്ടായിരുന്നു ജാപ്പിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സാറ് നന്നായിട്ട് പറഞ്ഞു തന്നെ എന്തൊക്കെ ചോദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? അറ്റൻഡ് ചെയ്തായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഇന്റർവ്യൂ ഫിയർ ഉണ്ടായിരുന്നു അക്ഷയ്ക്ക് ആദ്യം? ചെറുതായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. പിന്നെ ഓക്കെ അല്ലേ. ഇനി അവസാനമായിട്ട് അക്ഷയോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഓൾറെഡി അബൂദയിൽ നിറയെ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ, അങ്ങനെ നിറയെ പേരാണ് ഈ വീഡിയോസ് കാണുന്നത്. അപ്പൊ അക്ഷയ്ക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? അവതാരം നല്ലൊരു, നമുക്ക് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. നല്ലൊരു ക്ലാസ്സസ് ആണ് ഇവിടുത്തെ. നല്ല ഇതാണ്. ആണല്ലേ. ഓക്കെ അക്ഷയ്, താങ്ക് യു. ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി സംസാരിച്ചതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.